എല്ലാവർക്കും ശുഭദിനം നേരാണ്. ഈ ഒരു വീഡിയോ നമ്മുടെ ജീവിതത്തിൽ ഒരു +2 ഇല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ജീവിതത്തിൽ പല നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ദുഃഖിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ജീവിതത്തിലൊരു മാറ്റങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നിരന്തരമായിട്ട് പത്രത്തിലാണെങ്കിലും അതുപോലെ തന്നെ പല അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട് 6 മാസത്തെ +2 എന്നൊക്കെ പറയുന്നത്. ഈ 6 മാസത്തെ +2 വാല്യൂ ഉണ്ടോ, ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനെ നിരന്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അടുക്കൽ നിന്നാണെങ്കിലും നിരന്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വ്യക്തമായിട്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ 6 മാസത്തെ +2 വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ 6 മാസത്തെ +2 തീർച്ചയായിട്ടും വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോവാം, അതുപോലെ തന്നെ PSC എഴുതാം, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയോ ആ ഒരു മേഖലകളിലൊക്കെ എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ നമുക്ക് ഈ ഒരു 6 മാസത്തെ +2 എന്നുകൊണ്ട് നമുക്ക് സാധിക്കും. സാറേ, സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇടയിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഈവൻ +2 എന്ന് പറയുന്നത് 2 വർഷം കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. തീർച്ചയായും അതാണ് ഈ 6 മാസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൽ എന്തൊക്കെ ഏറ്റക്കുറച്ചിലുകളാണുള്ളത്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, അതിന് വാലിഡിറ്റി കുറവുണ്ടോ, ആ ഒരു ടൈമിന്റെ ഒരു പ്രശ്നമാണ് അവർ മിക്കവാറും സ്വാഭാവികമായിട്ടും കേൾക്കാറുള്ള ഒരു സംശയമാണത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഈ ഒരു നൽകുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ SSLC കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നമുക്ക് പെട്ടെന്നൊരു +2 പല സമയത്തും നമ്മൾ ഒരു ജോബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ പെടുമ്പോഴായിരിക്കും നമുക്കൊരു +2 ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രയെന്നുള്ളത് മനസ്സിലാവുക. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ +2 തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് +2 ചില സബ്ജക്റ്റുകൾ പാസ്സാവാൻ കഴിഞ്ഞില്ല, അങ്ങനത്തെ ഉള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ +2 ചെയ്യാം. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചില വിദ്യാർത്ഥികളൊക്കെ പാരൻസിൻ്റെയോ അല്ല ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഒരു നിരന്തര നിർബന്ധപ്രകാരം എന്ത് ചെയ്തു, അവർ ചില സബ്ജക്റ്റുകൾ എടുത്തു. ആ സബ്ജക്റ്റുകൾ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണിത്, പഠിച്ച് മാർക്ക് സ്കോർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ യൂസ്ഫുൾ ആണ് ഈ ഒരു സിസ്റ്റം. ഈ NIOS നൽകുന്ന ഈ ഒരു +2, ഈ ഷോർട്ട് ടൈം +2 6 മാസം കൊണ്ട് നൽകുന്ന ഈ ഒരു +2 അവരെ സംബന്ധിച്ചൊക്കെ നല്ലൊരു അവസരമാണ് ശരിക്കും. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ സയൻസ്, സാറ് പറഞ്ഞു പാരൻസിന്റെ നിർബന്ധം, നമ്മൾക്കൊരു ഫ്ലോ ആണ് SSLC കഴിഞ്ഞാൽ സയൻസ് സബ്ജക്റ്റ് എടുക്കുക. യെസ്. അപ്പൊ ആ കുട്ടിക്ക് എത്ര കണ്ട് കപ്പാസിറ്റി അത് പഠിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ സയൻസ് എടുത്ത് ഫെയിൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കാലിബർ ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വേറെ സബ്ജക്റ്റ്, ഈവൻ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഏത് സബ്ജക്റ്റ് സയൻസ് എടുത്ത വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സ്ട്രീമിലേക്ക് മാറാം. ഇനി മറ്റുള്ള സ്ട്രീം എടുത്തുള്ള വിദ്യാർത്ഥികളാണ്, സബ്ജക്റ്റുകളൊക്കെ എടുത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി സയൻസ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ നല്ലൊരു കരിയർ അവർക്ക് കെട്ടിപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ച് സയൻസും എടുക്കാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന സൗകര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു സംശയമാണ്, അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ജോലി എന്ന് സ്വപ്നം കാണുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പൊ ആ ഒരു ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ട് ജോലി നേടാനുള്ള സാഹചര്യം ഈ ഒരു കോഴ്സ് അതുകൊണ്ട് അത് പര്യാപ്തമാണോ എന്നുള്ളൊരു സംശയം നിരന്തരമായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് PSC എഴുതാം, നമ്മുടെ UPSC എഴുതാം, ഇനി LLB അങ്ങനെ പോയിട്ട് ഇനി MBBS അങ്ങനെ തുടങ്ങുന്ന ഏത് കോഴ്സാണോ ആ കോഴ്സുകളൊക്കെ അവർക്ക് പഠിക്കാം, മുന്നോട്ട് പോവാം. അതിനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലാണ് കൂടുതലായിട്ടും ആളുകൾ. യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ നമുക്ക് അംഗീകരിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തരുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണോ ആ ഒരു കേരള സിലബസ് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് പോകാൻ പറ്റുന്നത്, ആ മേഖലകളിലേക്ക്
ഒക്കെ എത്തിപ്പെടാൻ പറ്റും. ഇനി അതിനേക്കാളും ഈ വിദ്യാർത്ഥികൾക്ക് സ്വപ്നം കാണാനും അതിന് പ്രവർത്തിക്കാനും അതിന് എഫേർട്ട് എടുക്കാനും തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അതിനേക്കാളും ഉയരങ്ങളിൽ എത്തിപ്പെടാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിന് നമ്മൾ ഈ ഒരു കോഴ്സ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആണെന്ന് സാറ് പറഞ്ഞു. യെസ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്കവാറും ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഈ ഒരു എക്സാമിനേഷൻ. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പൊ വീട്ടമ്മമാര് അതുപോലെ തന്നെ ലേഡീസ് ഒക്കെ ഈ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഈ എക്സാമിനേഷൻ റിലേറ്റഡ് സെന്റർ, എക്സാമിനേഷൻ സെന്റർ എത്ര കണ്ട് കേരളത്തിൽ, അതായത് സ്വന്തം ജില്ലകൾ അവൈലബിൾ ആണോ, അങ്ങനെയുള്ള സംശയങ്ങൾ കൂടുതലായിട്ടും ഇതിൽ ഓരോ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ് എവിടെയാണ്, നമുക്ക് അവിടെ ഇന്ന് എക്സാം എഴുതാനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് കഴിയും. ഇപ്പോൾ ഇന്ന് സ്മാർട്ട് അക്കാഡമിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ സ്മാർട്ട് അക്കാഡമിയിലൂടെ 1000-ൽ പരം വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം, മുന്നിൽ വരുന്ന സമയത്ത് സാറേ ഞാൻ പാസ്സാവോ, എന്നെക്കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്ന 1000-ൽ പരം വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി എന്നുള്ള ആ ധൈര്യത്തോടു കൂടെ തന്നെ നമുക്ക് ഇന്നും പറയാം, തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് അവരവരുടെ നാടുകളിൽ തന്നെ എക്സാം എഴുതാനുള്ള ഡിസ്ട്രിക്റ്റുകളിൽ അവർക്ക് എക്സാം എഴുതാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്കൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആർക്കും എവിടെ നിന്നിട്ടാണെങ്കിലും. അതുപോലെ ഇപ്പം നമ്മൾ നോർമൽ +2 പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സബ്ജക്റ്റിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസോ? എല്ലാ സ്ട്രീമുകളും നമ്മൾ നൽകുന്നുണ്ട്. ഈ പറഞ്ഞ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാ സബ്ജക്റ്റുകളും ഓൾറെഡി നമ്മൾ. സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? കൂടുതലായിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ അത്ര സബ്ജക്റ്റിന് എണ്ണത്തിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു? അതെ, NIOSനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സിലബസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന എളുപ്പമാണ്. NIOSനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന 5 സബ്ജക്റ്റാണ് ഒരു സ്റ്റുഡൻസിൽ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് നോർമൽ എലിജിബിലിറ്റി സിസ്റ്റം, നോർമലായിട്ട് ആ വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയമാണ്. അതായത് ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ബേസിൽ ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് പഠിക്കാനുള്ള നല്ല താല്പര്യമുണ്ട്. ഞാൻ ഗൾഫിലാണ്, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു സംശയത്തിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഒരുക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ. ഇന്ന് സ്മാർട്ട് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും പല വിദേശ രാഷ്ട്രങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിദേശ രാഷ്ട്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞു അവരുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും മറ്റുള്ള ഹയർ സ്റ്റഡീസിനാണെങ്കിലും ഒക്കെ ഇപ്പോൾ അവരൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റുഡൻസും പഠിച്ചുള്ള വിദ്യാർത്ഥികൾ MBBS എടുത്തു, എഞ്ചിനീയറിങ്ങിന് പോയി, അതുപോലെ തന്നെ പല ഗവൺമെൻറ് സെക്ടറിലോട്ടും അവർ പോയി അവരുടെ കരിയർ അവർ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അവർ കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണം എന്നും അതുപോലെ തന്നെ ഡെഡിക്കേഷൻ ചെയ്യാനും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറും. തീർച്ചയായിട്ടും നമ്മുടെ സ്മാർട്ട് അക്കാഡമിയുടെ വിദ്യാർത്ഥികളെ പോലെ നിങ്ങൾക്കും സാധിക്കും. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് അക്കാഡമിയുടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും പഠനം ഒരു വിഷയമല്ല. ഇന്നത്തെ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രായം എന്ന് പറയുന്നത് ഒരു വില്ലനായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രായപരിധി എന്ന് പറയുന്ന ഒരു സംശയം മിക്കവാറും ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ പ്രായം എന്ന് പറയുന്നത് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന കുറേ ബാരിക്കേഡുകളാണ് നമ്മുടെ മുമ്പിൽ. സത്യത്തിൽ പ്രായം എന്നുള്ളത് അല്ല നമ്മൾ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നമ്മളൊക്കെ നല്ല പ്രായമുള്ള സ്റ്റുഡൻസ് നമ്മൾ പഠിച്ച് പോയിട്ടുണ്ട്. ഇനി തൊട്ട +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിയാതെ വന്നുള്ള ആളുകൾ, SLC കഴിഞ്ഞ് വന്ന ആളുകൾ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസായിട്ട് പഠിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പ്രായം നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. പ്രായം എന്നുള്ളത് മാറ്റിവെക്കുക. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണ് എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഫ് യു തിങ്ക് യു ക്യാൻ, നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അവിടെ എന്താ പ്രായം പ്രശ്നമല്ല. അവിടെ നമ്മുടെ സാഹചര്യങ്ങൾ, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതോ എനിക്ക് മറ്റുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. ഇഫ് യു തിങ്ക് യു ക്യാൻ,
തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഉപേക്ഷിക്കുക. തീർച്ചയായിട്ടും തിങ്ക് പോസിറ്റീവ്ലി. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കഴിയാത്തതായിട്ട് നമുക്കൊന്നുമില്ല. ഓക്കെ. ആ രീതിയിൽ നമ്മളിപ്പോൾ +2 ചെയ്യുമ്പോൾ മിക്കവാറും കുട്ടികളുടെ ഇടയിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ അവൈലബിലിറ്റി, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ക്ലാസ് കിട്ടുക, അല്ലെങ്കിൽ നോട്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്സാം ഓൺലൈനിലാണോ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ. ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങൾ എവിടെ നിന്നാണെങ്കിലും നമ്മൾ പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നമുക്ക് എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും, ഏത് സാഹചര്യത്തിനാണെങ്കിലും നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിയും. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടതുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഏത് സാഹചര്യങ്ങളിലുള്ളവർ ഇന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവൻ്റെ മുന്നിലുണ്ട്. ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഏത് കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ സാഹചര്യം. അത് പിന്നീടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്നെ കൊണ്ട് കഴിയില്ല, അല്ല എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ മാറ്റി വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ചെയ്യുക, ഇപ്പോൾ ചെയ്യുക. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചെയ്യുക. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതത് സമയത്ത് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുക. അപ്പം നമ്മുടെ മുന്നിൽ വഴികൾ നമ്മുടെ മുന്നിൽ തെളിയും എന്നുള്ളതാണ് ഏതൊരു സത്യം. സമയം ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു തീർച്ചയായും സമയം നമ്മൾ ആരെയും കാത്തിരിക്കില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. അതിനിടയിൽ നമ്മൾ നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. പ്രത്യേകിച്ച് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമുക്കൊരു പക്ഷേ നിശ്ചിത സമയങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് തന്നിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഗോൾ അടിക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അവിടെ ഇറങ്ങി ആ സമയം ഉപയോഗപ്പെടുത്തി ഗോൾ അടിക്കുന്നത് ആരാണോ അവനാണ് വിജയി. അതാണ് അതിൻ്റെ സത്യം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണെന്ന് സാറ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാണോ എന്നുള്ള ഒരു സംശയമാണ് കുട്ടികളുടെ അടുത്ത് നിന്ന്. സ്റ്റഡി മെറ്റീരിയൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്, നമ്മുടെ ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. നമ്മുടെ ഗൈഡുകളും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗൈഡുകളൊക്കെ കിട്ടുന്ന സമയത്ത് വളരെ എളുപ്പമാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ക്രാഷ് കോഴ്സോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പഠനം വിട്ട് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതാണല്ലോ മനുഷ്യനെ ഭരിക്കുന്നത്. ആ ടെൻഷൻ ഫ്രീ ആക്കാനുള്ള അത്തരത്തിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ടിപ്സ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പ്രത്യേകം സെക്ഷനായിട്ട്, അതായത് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് തന്നെ എക്സാം ഓറിയൻറ്റഡ് തീർച്ചയായിട്ടും ഓരോ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ അങ്ങനെ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സുകൾ പ്രത്യേകം നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം നമ്മൾ കൊടുക്കാറുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കാര്യങ്ങളായിട്ട് പ്രത്യേകം നമ്മൾ നടത്താറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഓരോ വിദ്യാർത്ഥികൾക്കും പഠിച്ച് മുന്നോട്ട് പോകാനും വളരെ എളുപ്പവും ആവും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഏകദേശം സാർ എല്ലാ ഐഡിയാസും പറഞ്ഞു. എങ്കിൽ പോലും ഇതിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. ഇതിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും കഴിയുന്ന ഏറ്റവും നല്ല സാഹചര്യം തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് വിദ്യാർത്ഥികളാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇന്ന് പഠിച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസരമാണ് ഇവിടെ സ്മാർട്ട് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ ഒരുക്കി തരുന്നത്. ഇവിടെ +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നമ്മൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു +2 ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ തടയപ്പെടരുത്. നല്ല അവസരങ്ങൾ, സുന്ദരമായ അവസരങ്ങൾ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിൻ്റെ പേരിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് നിരന്തരം എഫേർട്ട് ചെയ്യാനും മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആളുകളുണ്ടാകും. അവരോടൊക്കെ പ്രത്യേകിച്ച് സൗഹൃദ ബന്ധം എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്കൊക്കെ ഉപയോഗപ്പെടുത്തുക, അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തിനെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടുക, നമ്മുടെ വിജയത്തിൻ്റെ കൂടെ കൂട്ടുക. അവർക്ക് അറിയാത്ത ആളുകളുണ്ട്, അവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വീഡിയോ അവരിലേക്ക് കൂടെ എത്തിക്കുക. കാരണം അവരോട് കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു നന്മയായിരിക്കും. അപ്പോൾ ഈ
വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഓരോ വ്യക്തികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് മനോധൈര്യവും ആത്മധൈര്യവും അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനും മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഓരോരുത്തരും ഓർമ്മിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു +2 ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഇല്ല എങ്കിൽ അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം. കാരണം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ APJ അബുൽ കലാമിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനും ഇറങ്ങി പുറപ്പെടാനുമുള്ള മനോധൈര്യവും അതുപോലെ തന്നെ അതിനുള്ള ഡെഡിക്കേഷൻ ചെയ്യാനുള്ള താല്പര്യവുമുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് എന്താണോ ആ സ്റ്റേജ് മാറ്റുക, അതിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുക, നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യാൻ തയ്യാറാവുക. യു ക്യാൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഈ വീഡിയോ കാണുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജീവിതത്തിൽ, എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ ഉന്നതങ്ങൾ കീഴടക്കാനും അവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാനും മുന്നോട്ട് ഗമിക്കാനും സാധിക്കട്ടെ എന്ന് എല്ലാ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.